സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമായും ആശാ വർക്കർമാരുടെ വിഷയം ഉൾപ്പെടെ 4 കാര്യങ്ങൾ കേന്ദ്രത്തെ ധരിപ്പിച്ചുവെന്നാണ് ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടാതെ കേന്ദ്രമന്ത്രിയുടെ പാർലമെന്റ് മന്ദിരത്തിലെ ഓഫീസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറിയും പങ്കെടുത്തിരുന്നു. ചർച്ച ക്രിയാത്മകമായിരുന്നുവെന്നാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വീണ ജോർജ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ആശാ വർക്കർമാരുടെ ഇൻസെന്റീവ് കൂട്ടുന്ന കാര്യം പരിഗണിക്കാമെന്നാണ് കേന്ദ്രമന്ത്രി ഉറപ്പ് നൽകിയതെന്നാണ് വീണ ജോർജ് അറിയിച്ചിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിന്റെ ആവശ്യങ്ങളെല്ലാം മന്ത്രി കേട്ടുവെന്നും വീണ ജോർജ് പറഞ്ഞിട്ടുണ്ട്. 2023-24 ശേഷിക്കുന്ന തുക നൽകുന്നതാണ് പ്രധാനമായും ചർച്ചയായത്. കുടിശ്ശികയുമായി ബന്ധപ്പെട്ട കാര്യം പരിശോധിക്കാമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചിട്ടുണ്ട്. എയിംസിന്റെ വിഷയത്തിലും മന്ത്രി അനുകൂലമായി പ്രതികരിച്ചുവെന്നാണ് വീണ ജോർജ് പറയുന്നത്. കേരളത്തിന് എയിംസ് ഉണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി ഉറപ്പ് നൽകിയെന്നാണ് സംസ്ഥാന ആരോഗ്യമന്ത്രി പറയുന്നത്. കേന്ദ്രമന്ത്രിക്ക് വിവിധ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി ഒരു നിവേദനം സമർപ്പിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. മാർച്ച് 19-നാണ് മന്ത്രിയെ കാണാൻ അനുമതി തേടിയത്. എന്നാൽ ആ സമയം അദ്ദേഹത്തിന് തിരക്കായതിനാൽ കാണാൻ സാധിച്ചില്ല. തുടർന്ന് കൂടിക്കാഴ്ച മാറ്റിവെക്കുകയായിരുന്നു. അതേസമയം വീണ ജോർജ് നടത്തിയ ചർച്ചയിൽ പുതുതായി ഒന്നുമില്ല എന്നാണ് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ആരോപിക്കുന്നത്. കേന്ദ്രം ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്ന കാര്യം മാത്രമാണ് മന്ത്രി പറയുന്നത്. അത് നേരത്തെ തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുള്ള കാര്യമാണെന്നും സമരസമിതി നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേസമയം ആശാ വർക്കർമാരുടെ സമരം 50 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. മുടി മുറിച്ചുവരെ ആശമാർ സമരം കടുപ്പിച്ചിരുന്നു. സമരം 50 ദിവസം പിന്നിട്ടിട്ടും അവഗണിക്കുന്ന അധികാരികളുടെ മുഖത്തേക്ക് മുടി മുറിച്ചെറിയുകയെന്ന കടുത്ത പ്രതിഷേധത്തിലേക്ക് എത്തിയത് അത്ര മടുത്തിട്ടാണെന്നും രാവും പകലും മഞ്ഞും മഴയും വെയിലും അതിജീവിച്ചാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം മുന്നോട്ട് പോകുന്നതെന്നും മുടി മുറിക്കൽ സമരത്തിൽ പങ്കെടുത്ത സമരസമിതി നേതാക്കൾ പറഞ്ഞിരുന്നു. ഓണറേറിയം 21,000 രൂപയായി വർദ്ധിപ്പിക്കുക, ഓണറേറിയത്തിന് ഏർപ്പെടുത്തിയ മാനദണ്ഡങ്ങൾ പിൻവലിക്കുക, വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ പ്രഖ്യാപിക്കുക, അമിത ജോലിഭാരം അടിച്ചേൽപ്പിക്കുന്നത് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആശാ വർക്കർമാർ സമരം തുടങ്ങിയത്. ഓണറേറിയമായി ഇപ്പോൾ ഇവർക്ക് ലഭിക്കുന്നത് 7,000 രൂപ മാത്രമാണ്. സമരത്തോടും ആശാ വർക്കർമാരുടെ ആവശ്യങ്ങളോടും സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുന്ന അവസരത്തിലാണ് സമരരീതിയിൽ ഇത്തരത്തിലുള്ളൊരു മാറ്റമുണ്ടായത്. ഇനിയും ഈ സമരം നീണ്ടു പോവാതിരിക്കാൻ സർക്കാർ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഉണ്ടാവേണ്ടതാണ്. അവർ ഉന്നയിക്കുന്ന ആവശ്യം ന്യായമായിട്ടുള്ളതാണ്. PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളവും ആനുകൂല്യങ്ങളും കുത്തനെ വർദ്ധിപ്പിക്കുന്നത് പോലുള്ള വൻകിട ശമ്പള വർധനകൾക്ക് യാതൊരു മടിയും കാണിക്കാത്ത സർക്കാർ തന്നെയാണ് നിസ്സാര പ്രതിഫലം വാങ്ങുന്ന ആശാ വർക്കർമാരുടെ മുഖം തിരിഞ്ഞു നിൽക്കുന്നത് എന്നത് വിരോധാഭാസമാണ്.